ക്രിസ്തു യേശുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇതാ വീണ്ടും ഒരു ക്രിസ്മസ് കാലഘട്ടം വന്നിരിക്കുകയാണല്ലോ. ഈ ക്രിസ്മസ് നോമ്പിൻ്റെ 5-ാം ദിവസത്തെ ചിന്തയ്ക്കായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 2-ാം വാക്യം. ഈ വാക്യത്തിൽ പറയുന്നത്, രാജാവ് പറഞ്ഞു കേട്ടിട്ട് വിദ്വാന്മാർ കിഴക്ക് കണ്ട ഒരു നക്ഷത്രത്തെ നോക്കി നടന്ന് ശിശു ഇരിക്കുന്ന സ്ഥലത്തെത്തി. ഇവിടെ വിദ്വാന്മാർ യേശു കുഞ്ഞിന് വിലയേറിയതായ പൊന്നും മൂരും കുന്തിരിക്കും കാഴ്ചവെക്കുന്നതായിട്ടാണ് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ ദൈവസൃഷ്ടിയിൽ ഉൾപ്പെട്ട ഒരു നക്ഷത്രത്തെ കാണുവാൻ സാധിക്കുന്നു. ആ നക്ഷത്രമാണ് യേശുവിനെ കാണുവാനായിട്ട് വഴികാട്ടിയായി തീരുന്നത്. ദൈവസൃഷ്ടികൾ പോലും യേശുവിൻ്റെ തിരുജനത്തെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇതുപോലെ യേശുവിനെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? യേശുവിൻ്റെ സ്നേഹത്തെ നാം രുചിച്ചറിഞ്ഞിട്ടുണ്ടോ? എന്നാൽ മാത്രമാണ് ഈ നക്ഷത്രത്തെ പോലെ നാമും മറ്റുള്ളവർക്ക് യേശുവിലേക്കുള്ള ഒരു വഴികാട്ടിയായി തീരുവാൻ സാധിക്കുക. കൂടാതെ ഇവിടെ വിദ്വാന്മാർ വിലയേറിയതായ പൊന്ന് മൂര് കുന്തിരിക്കം കാഴ്ചവെക്കുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ പൊന്ന് ക്രിസ്തു രാജാവിന്റെ പ്രതീകമാണ്. മൂര് ഒരു സുഗന്ധവും കുന്തിരിക്കം വിശുദ്ധിയുടെ പ്രതീകവും ആണ്. ഈ മൂന്നും കാഴ്ചവെച്ച് വിദ്വാന്മാർ യേശു കുഞ്ഞിനോടുള്ള സ്നേഹവും ആദരവും സമർപ്പണവുമാണ് കാഴ്ചവെക്കുന്നത്. പ്രിയരെ, ഈ ക്രിസ്മസ് ദിനങ്ങളിൽ നമുക്കും എന്താണ് യേശുവിനെ കാഴ്ചവെക്കാനുള്ളത്? നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം, വിശ്വാസത്തിൽ വളരാം, അവൻ്റെ രാജ്യത്തിനായി കാത്തിരിക്കാം. ഏവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു.